ജനാർദ്ദനക്കുറിപ്പാണ്. മന്ത്രസിദ്ധി തന്ത്രത്തിലെ തമിഴ് മാന്ത്രിക കൽപ്പത്തിൽ 602 പേജിൽ 47ാമത്തെ വിത്തുവേടൻ മന്ത്രം. രാവിലെ സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് മടിവേഷ്ടി കെട്ടിക്കൊണ്ട് പാതിരി പലകയിന്മേൽ പുലിത്തോലാസനമിട്ട് ഭൂമിയെ നോക്കിയിരുന്ന് ശംഖുമണിയാൽ ഓം ടം മഷിയ നമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. ഭൂലോക തരജർ രാജാവ് വന്ന് വണങ്ങി നിൽക്കും. ഇത് ജപിച്ച് വിത്തുകൾ നട്ടാൽ മുളച്ച് വളർന്ന് നല്ല ഫലം നൽകും. 48 നീലകണ്ഠസ്വാമി മന്ത്രം. മുൻപറഞ്ഞ നീലകണ്ഠ അഷ്ടമന്ത്രം കർമാരംഭത്തിൽ ചൊല്ലിയ നിയമമനുസരിച്ച് തന്നെ പാൽ വണ്ണമായി കാനകണ്ഠമായി ചതുർപ്പുയമായി ഭാവിച്ച് പ്രോം ക്രീം ടം എന്ന് ലക്ഷം ഉരു ജപിച്ചോളണം. എന്നാൽ ആ മന്ത്രം സിദ്ധിയാകും. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് മടിവേഷ്ടി കെട്ടിക്കൊണ്ട് പൂജ തുടങ്ങണം. വെല്ലം, പുഷ്പം, മഞ്ഞൾ കൊണ്ട് ഗണപതി പിള്ളയാർ ഉണ്ടാക്കി വെച്ച് പൂജിക്കണം. മേൽപ്പറഞ്ഞ മന്ത്രം സിദ്ധിയായ ഉടൻ ഭസ്മത്തിൽ 108 ഉരു ജപിച്ച് നോക്കുക. ജ്വരം തീരും. മന്ത്രത്തിൽ വേപ്പിലയിൽ മനക്കണ്ണാൽ നോക്കി 108 ഉരു ജപിച്ച് വയ്ക്കുക. വീക്കം തീരും. വേപ്പില, ഭസ്മം, മണ്ണ്, വെള്ളം ഇവയിലൊന്ന് മന്ത്രത്തിൻ്റെ ആദ്യവാദ്യം മനക്കണ്ണാൽ വരച്ച് ശിരസ് മുതൽ പാദം വരെ തടുക. ജ്വരം തീരും. മേൽപ്പറഞ്ഞ മന്ത്രത്തിൻ്റെ ആദ്യഭാഗത്തെ എണ്ണയിലോ ഭസ്മത്തിലോ 108 ഉരു എഴുതി ജപിച്ച് വീക്കം, കട്ടി, ചിലന്തി, ചൊറി, അലർജികൾ മേൽ തടവുക. തീരും. ജ്വലം പിടിച്ചവൻ്റെ ശിരസിൽ മന്ത്രത്തിൻ്റെ ആദ്യഭാഗത്ത് മനക്കണ്ണാൽ വരച്ച് ധ്യാനിച്ച് അവനെ തടവുക. മരം, മനുഷ്യർ, മൃഗങ്ങളെ മറ്റെന്തിലും തടവിയാൽ അതെല്ലാം മാറും. മുൻ പറഞ്ഞ 3 പാദത്തെയും പശുവിൻ നെയ്യ്, പാൽ, വെള്ളം, നല്ലെണ്ണ ഇവയിലൊന്നിൽ 300 ഉരു ജപിച്ച് ഒരു മണ്ഡലം ഭക്ഷിച്ച് വരാൻ പറഞ്ഞാൽ മലടിക്ക് ഗർഭമുണ്ടായി ആയുസ്സോടു കുഞ്ഞു പിറക്കും. പാൽ, നെയ്യ്, തേൻ ഇവ 3 സമമായി കലർന്ന് പശുവിൻ പാൽ ചന്ദനത്തെ അരച്ച് വെള്ളത്തിലോ ചോറിലോ മന്ത്രത്തെ എഴുതി ദിവസം 300 വീതം ജപിച്ച് നീലകണ്ഠമൂർത്തിയെ ചിന്തിച്ച് ഒരു മണ്ഡലക്കാലമോ 2 മണ്ഡലക്കാലമോ ചെയ്താൽ ഗർഭം അലസിപ്പോകുന്നതോ ഇടയ്ക്കുള്ള പ്രസവമില്ലാതെ പൂർണ്ണമായ കാലം എടുത്ത് നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കും. 6 പുരുഷയിലയിൽ പൃഥ്വിചക്രത്തെയും അതിൻ്റെ നടുവിൽ 3 അക്ഷരത്തെയും എഴുതി പൊന്ന്, വെള്ളി, തങ്കം ഇവ 3 ചേർന്ന് ചെയ്ത തകിടിൽ ആ പാത്രത്തെ വെച്ച് പൊതിഞ്ഞ് കന്നിനൂറ് കയറ്റിയിട്ട് കഴുത്തിലോ കയ്യിലോ കെട്ടിയാൽ സുഖപ്രസവം ഉണ്ടാവും. മൂലമന്ത്രത്തെ ധ്യാനിച്ച് ദിവസം വിഭൂതി ഇട്ടുകൊള്ളണം. 2ാമത്തെ മന്ത്രം വിഭൂതിയിൽ 2ാമത്തെ അക്ഷരത്തെ വരച്ച് ആ വിഭൂതി ദിനം അന്തിസന്ധി 3-ാം മാസം വരെ ദേഹത്തിൽ ധരിച്ചു വന്നാൽ പുത്രസന്താനമുണ്ടാകും. വിഭൂതിയിൽ പൃഥ്വിചക്രം എഴുതി അതിനടുത്ത് പ്രണവത്തെ നടുവിൽ 2ാമത്തെ അക്ഷരം വെച്ച് മന്ത്രത്തെ 108 ഉരു ജപിച്ച് ആ വിഭൂതി ദിനംതോറും ഒരു മണ്ഡലം പൂശിക്കൊള്ളണം. പുത്രസന്താനമുണ്ടാകും. പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്നു നിൽക്കും. സന്താന ലാഭം. പുരുഷ ഇലയിൽ വിഭൂതി പരത്തി ചക്രം എഴുതി അതിൽ നടുവിൽ 2-3 അക്ഷരങ്ങളെയും വരച്ച് പ്രണവത്തെ ചുറ്റിക്കെട്ടി അതിന് ഗന്ധം, പുഷ്പം കാട്ടി ഷോഡശോപചാരങ്ങൾ ചെയ്ത് പൂജ ചെയ്ത് 1008 ഉരു ആ മന്ത്രം ജപിച്ചുകൊണ്ട് കന്നിനൂലിൽ കഴുത്തിൽ കെട്ടുക. സ്ത്രീ കയ്യിൽ കെട്ടിയാൽ ഉടൽവേദന മാറി പൂർണ്ണനായ പുത്രസന്താനമുണ്ടാകും. പച്ചമഞ്ഞൾ അരച്ച് പരത്തി അതിൽ പൃഥ്വിചക്രത്തെയും അതിൻ്റെ നടുവിൽ ബിന്ദുവേയും ബിന്ദു നടുവിൽ 2-ാം അക്ഷരത്തെ എഴുതി ആ മന്ത്രത്താൽ 108 ഉരു ജപിക്കണം. ആ മഞ്ഞൾ വെള്ളത്തിൽ പ്രസവിക്കാത്ത സ്ത്രീകൾ, മലടികൾ 1 മണ്ഡലക്കാലം വരെ കുളിച്ചു വന്നാൽ പുത്രന്മാരെ പെറും. പശുവിൻ വെണ്ണയിൽ പൃഥ്വിചക്രം എഴുതി മന്ത്രവും എഴുതി മന്ത്രം 1008 ഉരു ജപിച്ച ആ വെണ്ണയെ 1 മാസം വരെ രാവിലെയും രാത്രി സന്ധ്യയ്ക്ക് 2 തവണ ഭക്ഷിച്ചാൽ മലടികളും കൂടി നല്ല പുത്രന്മാരെ പ്രസവിക്കും. വളരെ സുഖം അനുഭവിക്കും. 3-ാം മന്ത്രം പുരുഷയിലയിൽ ചന്ദനം അരച്ച് പരത്തി ഓങ്കാരം എഴുതി അതിൻ്റെ നടുവിൽ 3-ാം അക്ഷരത്തെ എഴുതി ആ മന്ത്രം 1008 ഉരു ജപിച്ച് പൂജിച്ച് വെള്ളി കൊണ്ടോ തങ്കം കൊണ്ടോ ഉണ്ടാക്കിയ തകിടിൽ ആ പുരുഷയിലയെ പൊതിഞ്ഞ് ഏലസിലാക്കി കയ്യിലോ കഴുത്തിലോ കെട്ടിക്കൊള്ളണം. ധാതുവൃദ്ധിയും ശരീരകാന്തിയും ആരോഗ്യവും ഉണ്ടാകും. വേൽമുരുകർ സർവശങ്കാര ഉച്ചാരണ മന്ത്രം. 1 ആകാശചക്രത്തിൽ ബിന്ദു എഴുതി അതിൻ്റെ 4 ദിക്കിലും ശൂലം എഴുതി അതിൻ്റെ മുകളിൽ പ്രണവും ചക്രത്തിൻ്റെ അടി നടുമുടി 3 ഇടങ്ങളിലും തനിത്തന്നെ പ്രണവം വിട്ട് അതിൻ്റെ നടുവിൽ ഉച്ചത്തിൽ മകാരവും നടുവിൽ ചികാരവും പിച്ചത്തിൽ നകാരവും എഴുതി മഷി നശി നശി മഷി എന്ന് 1,00,000 തവണ ജപിച്ച് ബാധകളും ഒഴിയും, കാലദോഷങ്ങളും ഒഴിയും. ഈ മന്ത്രത്തെ തുവാലിൽ ജപിച്ച് വിഭൂതി അണിഞ്ഞ് ശത്രുക്കളുടെ മുന്നിൽ ചെന്ന് തുവാലി വീശിയ ശത്രുക്കൾ ഭയപ്പെട്ട് ഓടിപ്പോകും. വിഷം തീണ്ടിയവൻ്റെ ഇരുതുള്ളിലും ശിരസിലും പിരമ്പിൽ മന്ത്രത്തെ എഴുതി കെട്ടണം. എത്ര കടുത്ത വിഷമായാലും ഉറങ്ങും. മേൽപ്പടി മന്ത്രത്തെ തങ്കത്തകിടിൽ വച്ച് 1,00,000 ഉരുവേറ്റ് കുളിശമാടി ഏലസിലാക്കി ശിരസിൽ വെച്ചുകൊണ്ടിരുന്നാൽ വിഷജന്തുക്കൾക്ക് വിലക്കമായിരിക്കും.
4. മഷീന എന്നും 3 അക്ഷരങ്ങളെയും മുഖത്തിൽ ഒട്ടിച്ചുറങ്ങുക. സ്വപ്നം കാണുകയില്ല. വിഷദോഷങ്ങളും മാറും. 5. എണ്ണയിൽ അറുകമ്പുൽ മുനയാൽ മേൽമന്ത്രം ജപിച്ച് വയറ്റിലും ശിരസും തടവുക. വയറ്റിൽ മരിച്ച കുട്ടി വീഴും. അത് ചാകാതെയാണെങ്കിൽ സുഖമായി വെളിയിൽ വരും. 6. ചുണ്ടയ്ക്ക പരുവത്തിലുള്ള കല്ലുകളിൽ മന്ത്രം ജപിച്ചെറിയണം. ശത്രുക്കൾ, കള്ളന്മാർ എല്ലാം ഓടിപ്പോകും. കല്ലിനെ മന്ത്രിച്ച് മടിയിൽ കെട്ടിക്കൊണ്ട് വഴി നടന്നാൽ ജന്തുക്കൾ കാൽ ചുറ്റിയാലും മീതെ കയറിയാലും വിഷമില്ല, കടിക്കുകയുമില്ല. 7. മന്ത്രത്തിന് മനസ്സിൽ ജപിച്ച് കോടി തവണ ചെയ്തവരുണ്ട്. അവരുടെ അടുത്ത് വിഷം തീണ്ടിയില്ല, കടിച്ചാൽ അവർക്ക് വിഷം ഏൽക്കുകയില്ല. മേൽപ്പടി ചക്രവും മന്ത്രവും വരച്ച് യന്ത്രം ധരിച്ചാലും പില്ലി, ശൂന്യം, ബാധൽ ഒഴിയും. മന്ത്രത്തെ എണ്ണ, കണ്ണീർ, പിറമ്പ്, ചൂരൽ എന്നിലും കുന്നിൽ 1008 ജപിച്ച് പരിവടുവൻ, വീക്കം, കുഷ്ഠം, പെരുവ്യാധി, ജ്വരം എന്നിവയ്ക്ക് അവരുടെ മേലെ പുരട്ടിയാൽ ആ രോഗങ്ങളെല്ലാം മാറും. കഴുത്ത്, വായ്, ചെവി, കണ്ണ്, നെഞ്ച്, കൈ, കടിത്തളം തുടങ്ങിയ സ്ഥലമുണ്ടാകും വ്യാധികളും ഗണ്ഡമാലയും പിറമ്പാൽ തടവിയാൽ മാറും. മേൽപ്പറഞ്ഞ മന്ത്രത്തെ ഭസ്മത്തിലോ ജലത്തിലോ 1008 കാലത്തും വൈകുന്നേരം ജപിച്ചാൽ എല്ലാ ദോഷങ്ങളും ബാധകളും തീരും. ഈ ജപിച്ച വെള്ളം ശിരസിലൊഴിച്ച് പിറമ്പാൽ തട്ടുക. പേയ്, പിശാച്, ബ്രാഹ്മണാസ് തുടങ്ങിയ എല്ലാ ദുഷ്ടതകളും ഓടിപ്പോകും. വിഭൂതിയെ മന്ത്രം ജപിച്ചെറിഞ്ഞാൽ തീപ്പന്തത്തിനാൽ ചുട്ടതുപോലെ ദേഹത്തിൽ പൊള്ളും. എരിച്ചിലുണ്ടായി പേയ്, പിശാചുക്കൾ, ബാധകളെല്ലാം അലറിക്കൊണ്ട് ഓടിവിടും. പഞ്ചഗവ്യത്തിൽ മേൽപ്പടി മന്ത്രത്തെ ജപിച്ച് അതിനെ 3 ദിവസം ഭക്ഷിച്ചാൽ കുമരകുണ്ടവലി, മുയൽ കുണ്ടവലി, കാക്കവലി, കുതിരവലി തുടങ്ങിയ വേദനകളെല്ലാം നീങ്ങും. അങ്ങനെ നീങ്ങിയില്ലെങ്കിൽ രുദ്രകോലമായി പരമശിവത്തെ വിചാരിച്ച് നെറ്റി നടുവിൽ ദീപം കണ്ട് വാശിവും കൊണ്ട് മേൽപ്പടി മന്ത്രത്തെ ജപിച്ച് പിറമ്പാൽ ചെറുതായി അടിക്കാം. മേൽപ്പടി വ്യാധികൾ തീരും. മുറ്റത്തിൻ്റെ പിമ്പുറത്ത് ഭസ്മം പരത്തി മന്ത്രത്തെ എഴുതി 1008 ജപിച്ച് ചൂരൽ കൊണ്ട് കൂട്ടി രോഗിയെ ചൂരൽ കൊണ്ട് തടവിയാൽ വിടാത്ത ജ്വരവും മാറും. കറുത്ത പശുവിൻ്റെ പാൽ, നെയ്, തേൻ ഒന്നിച്ചു കലർന്ന അതിൽ 1008 മന്ത്രം ജപിച്ചു കൊടുക്കുക. സകല ദോഷങ്ങളും പരിഹാരമാകും. വയറ്റിൽ വേദനകളും തീരും. പശു നെയ്യിനാലും പഞ്ചഗവ്യത്താലും ഉരുവേറ്റി 3 മാസം കൊടുത്താൽ ഗർഭമുണ്ടാകും. പച്ചമഞ്ഞൾ ഈ വിധം ഉരുവേറ്റി ആ മഞ്ഞളിനെ തേച്ച് 2 മാസം കുളിക്കണം, എന്നാലും ഗർഭമുണ്ടാകും. നമഃശിവായ.